BJP വളരുന്നുവെന്നും പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. അന്തരിച്ച ADMK നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നടത്തിയ പ്രസംഗം ന്യായീകരിക്കാനാകാത്ത തെറ്റാണെന്നും റിപ്പോർട്ടിൽ വിമർശനമുയർന്നിട്ടുണ്ട്. സജോ ദേവസ്യ ഈ സമ്മേളനത്തിലെ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. സജോ, ഗുഡ് മോർണിംഗ്. ഒരു ഞായറാഴ്ചയിലേക്ക് കൂടി താങ്കൾക്ക് സ്വാഗതം. പറയൂ. SKN ഗുഡ് മോർണിംഗ്. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് സമ്മേളനം ആരംഭിച്ചത്. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് പ്രധാനപ്പെട്ട ചില പരാമർശങ്ങളുള്ളത്. അതിലേറ്റവും പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിലെ ചോർച്ച, വളർച്ച, മാറ്റങ്ങൾ എന്നിവ പരാമർശിക്കുന്ന ഭാഗത്താണ് BJPക്ക് ജില്ലയിൽ വളർച്ചയുണ്ടാകുന്നു, കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ചയുണ്ടായി. കണ്ണൂർ ജില്ല 3 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ജില്ലയുടെ ഭാഗമായി 3 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ആ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും കനത്ത തിരിച്ചടി നേരിട്ടു. ആ ഇടങ്ങളിൽ പലയിടത്തും BJPയുടെ സാന്നിധ്യം കാര്യമായി വർദ്ധിച്ചു. മലയോര മേഖലയിലടക്കം BJPയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നുണ്ട്. താഴെ തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുന്നു എന്ന് പ്രവർത്തന റിപ്പോർട്ട് പറയുകയാണ്. അതായത് വോട്ട് ചോർച്ച തിരിച്ചറിയാതെ പോയത് ഈ അകൽച്ച കൂടിയതുകൊണ്ടാണ് എന്ന് പറയുന്നു. മറ്റൊന്ന്, മികവുള്ള പുതിയ കേഡർമാരെ, പ്രത്യേകിച്ച് വർഗ ബഹുജന സംഘടനകളിൽ SFIയിലടക്കം പ്രവർത്തക ബാഹുല്യമുണ്ട്. പക്ഷേ മികച്ച കേഡർമാരെ വളർത്തിയെടുത്ത് അവരെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തുടർച്ചയായി ഉറപ്പിച്ചു നിർത്തുന്നതിന് കഴിയാതെ പോകുന്നു എന്ന പരാമർശവുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PP ദിവ്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഒപ്പം പാർട്ടിയുടെയും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അവർക്കെതിരെ നടപടിയെടുത്ത് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ആ കാര്യം റിപ്പോർട്ടിൽ വിശദീകരിക്കവേ പ്രധാനപ്പെട്ട പരാമർശം, ADM നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിലെ പ്രസംഗം ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റാണ്. ദിവ്യക്കെതിരെ സംഘടനാ നടപടിയും അതിൻ്റെ ഭാഗമായാണ് സ്വീകരിച്ചത്. ഈ ന്യായീകരിക്കാത്ത ആ യാത്രയപ്പ് യോഗത്തിൽ പോയി നടത്തിയ പരാമർശങ്ങൾ ഒരു നിലയ്ക്കും ന്യായീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സംഘടനാ നടപടി സ്വീകരിച്ചത് എന്ന് പരാമർശിക്കുന്നു. മറ്റൊന്ന്, ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസിനെ നേരത്തെ നീക്കിയിരുന്നു, അത് അംഗത്വം പുതുക്കാത്തത് കൊണ്ടാണ് എന്ന് പരാമർശിക്കുന്നു. TI മധുസൂദനനെ എതിരായ നടപടിയും പരാമർശിക്കുന്നുണ്ട്. ഒപ്പം MV നികേഷ് കുമാറിനെ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയ കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മറ്റൊന്ന്, വനം വകുപ്പിനെതിരെ മലയോര മേഖലയിലെ കർഷകർക്കും പൊതുജനങ്ങൾക്കും ഇടയിൽ വ്യാപകമായ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് വനം വകുപ്പ് അക്കാര്യം ഭരണതലത്തിൽ തന്നെ ജാഗ്രതയോടുകൂടി സമീപിക്കണം. മലയോര മേഖലയിലെ ജനങ്ങളുടെ അതൃപ്തി, വനം വകുപ്പിനെതിരായ അതൃപ്തി പാർട്ടിക്ക് കൂടി തിരിച്ചടിയാകുന്നുണ്ട് എന്ന പരാമർശം കൂടിയും ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, പേര് പരാമർശിക്കാത്ത ചില നേതാക്കൾക്ക്, പ്രത്യേകിച്ച് അത് ഉദ്ദേശിക്കുന്നത് EP ജയരാജനെ അടക്കം ഉദ്ദേശിച്ച് കീഴ്ഘടകങ്ങളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുന്നു, ജാഗ്രതക്കുറവ് പാർട്ടിക്ക് ബാധ്യതയാകുന്നു എന്നത് കീഴ്ഘടകങ്ങളിൽ ഉയർന്ന വിമർശനമാണ്. അത് റിപ്പോർട്ടിൽ അതേപടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. നേതാക്കളുടെ സാമ്പത്തിക വളർച്ച പരിശോധിക്കണമെന്ന് ഏരിയ സമ്മേളനങ്ങളിൽ ചർച്ച വന്നു എന്നതും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടതാണ്. നിലവിൽ ഇന്ന് ഈ റിപ്പോർട്ടിന്മേൽ പൊതു ചർച്ച നടക്കും. മുഖ്യമന്ത്രിയും CPIM സംസ്ഥാന സെക്രട്ടറിയും മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കാളിയാകും. പൊതുചർച്ചയ്ക്ക് ശേഷം ഈ റിപ്പോർട്ടിന്മേലും ഉയർന്ന പൊതുചർച്ചയിലെ വിമർശനങ്ങളിലും അഭിപ്രായങ്ങളിലുമെല്ലാം മുഖ്യമന്ത്രിയായിരിക്കും മറുപടി പറയുക എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോ ആണ് മറുപടി പറയുക എന്നൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. CPIM-ന് രാജ്യത്ത് ഏറ്റവും അധികം ഉള്ള ഒരു ജില്ലയാണ് കണ്ണൂർ. അവിടെ അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് ഇത്തരം പരാമർശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. പൊതുചർച്ചയിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ വിമർശനങ്ങളായി ഉയർന്നു വരും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഓക്കെ, താങ്ക് യു സജു ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.